ഇതിന്റെ ശരിയായ ചികിത്സ എങ്ങനെയാണ് പോകണം? ഒരുപാട് പേർക്കുള്ള പ്രശ്നം വെച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഡോക്ടറെ പോയി കാണും, ഒരു മരുന്ന് കഴിക്കും. അത് ചില ആൾക്കാർക്ക് ഒരു പക്ഷെ അത് പോകുന്നുണ്ടാവും, ചില ആൾക്കാർക്ക് അത് പൂർവാധികം ശക്തിയോടെ വീണ്ടും തിരിച്ചു വരുന്നുണ്ടാവും ഈ പ്രശ്നം. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു ചികിത്സ? പ്രത്യേകിച്ച് ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഞാൻ പല പ്രോഗ്രാമുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് ഒരു മാനസിക രോഗം, പ്രത്യേക വിഷാദരോഗം എന്തും ആയിക്കോട്ടെ, വന്നു കഴിഞ്ഞാൽ മറ്റൊരാളിനോട് പറയാൻ നമുക്ക് മടിയാണ്. ഏറ്റവും രഹസ്യമായിട്ട് വെച്ചുകൊണ്ട് ആദ്യം നമ്മുടെ ആളുകൾ ചെയ്യുന്ന ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി അതിന്റെ കാരണം കണ്ടുപിടിക്കും. ജ്യോത്സ്യൻ എന്തെങ്കിലുമൊക്കെ വിവരക്കേട് പറയും, അത് വീണ്ടും രോഗം അധികരിപ്പിക്കും. എന്നിട്ടൊരു മന്ത്രവാദിയുടെ അടുത്ത് പോകും. ഹോമം, ഏലസ്, യന്ത്രങ്ങള് അതൊക്കെ ധരിച്ചു നോക്കും. അവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതും രോഗത്തെ അധികരിക്കുക. ഒരു രക്ഷയില്ലാതെ വയലന്റ് ആവുന്നെന്ന് കാണുമ്പോഴാണ് സൈക്കാട്രിസ്റ്റിന് അടുത്തോട്ട് പോകും. സൈക്കാട്രിസ്റ്റ് ആ ലക്ഷണങ്ങൾ കണ്ടിട്ട് ആ ലക്ഷണങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി മരുന്ന് കൊടുക്കും, ഒന്ന് ശാന്തമാകും. അപ്പൊ പേഷ്യന്റും വിചാരിക്കും, ബന്ധുക്കളും വിചാരിക്കും രോഗം മാറിയിട്ടില്ല. രോഗം മനസ്സിനാണ്. ഡിപ്രഷൻ രോഗത്തിന്റെ 4 സ്റ്റേജുകളുണ്ട്. ആദ്യത്തെ സ്റ്റേജിൽ ഒരു മരുന്നിന്റെ ആവശ്യമില്ലെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അപ്പൊ ആ വ്യക്തിയുടെ മനസ്സൊന്ന് ശരിയാക്കി കഴിഞ്ഞാൽ ഈ രോഗം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു മരുന്നും ഇല്ലാതെ ഫസ്റ്റ് സ്റ്റേജിൽ മാറ്റാം. പക്ഷെ ആ ഫസ്റ്റ് സ്റ്റേജ് കുളവാക്കിയായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സൈക്കോതെറാപ്പി അതുപോലുള്ള തെറാപ്പികൾ, കോഗ്നിറ്റീവ് തെറാപ്പീസ് ഒക്കെ ചെയ്ത് ചിന്താമണ്ഡലത്തെ മാറ്റി ഇവരുടെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തി ധൈര്യപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ രോഗം മാറ്റാവുന്നേ ഉള്ളൂ. സെക്കൻഡ് സ്റ്റേജിലോട്ട് കയറി കഴിയുമ്പോൾ ഉറക്കക്കുറവ് പ്രശ്നങ്ങളൊക്കെ വരും. അന്നേരം അല്പം മെഡിസിന്റെ ആവശ്യമുണ്ട്. പക്ഷെ മെജോറിറ്റി കൊടുക്കേണ്ടത് CBT തന്നെ, കോഗ്നിറ്റീവ് തെറാപ്പിയാണ് കൊടുക്കേണ്ടത്. നമ്മുടെ പേഷ്യൻസിന് അത് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഒരു രീതി വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് എല്ലാം കൊടുക്കുന്ന ഗുളികയും കഴിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും സൈക്കാട്രിസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുമില്ല ഇതൊക്കെ ചെയ്യണമെന്നുള്ള, അവരുടെ തിരക്ക് കാരണമായിരിക്കാം. പക്ഷെ ഇതിനെപ്പറ്റി അറിയാവുന്ന രോഗികളും ബന്ധുക്കളും കുറവാണ്. അവരാ മരുന്ന് മാത്രം കഴിച്ചുകൊണ്ടിരിക്കും, ഒരിക്കലും രോഗം മാറുന്നില്ല. സെക്കൻഡ് സ്റ്റേജിലും ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് CBT ആണ്. വെസ്റ്റേൺ കൺട്രീസിലെല്ലാം അങ്ങനെയാണ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്. CBT കൊടുക്കാതെ അല്ലെ കോഗ്നിറ്റീവ് തെറാപ്പീസ് ചെല്ലാതെ എങ്ങനെ ഈ മനസ്സ് മാറുന്നേ?